ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് റഷ്യ പറഞ്ഞിരിക്കുകയാണ്. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ ഒരു യുദ്ധത്തിന് അമേരിക്ക വന്നു കഴിഞ്ഞാൽ, ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്ക യുദ്ധമുഖത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അപകടമുണ്ടാക്കും. അത് ഒരു തരത്തിലും യോജിക്കാനാകുന്ന കാര്യമല്ല. വ്യക്തമായ മുന്നറിയിപ്പ് ഞങ്ങൾ നൽകുകയാണ്. അത് ഈ ലോകത്തിന് അപകടമുണ്ടാക്കും എന്നുള്ളതാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ വക്താവായിട്ടുള്ള ദിമിത്രി പോസ്കോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഒരു കാരണവശാലും അമേരിക്ക ഇറങ്ങരുത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയും റഷ്യയും കീരിയും പാമ്പാണെന്നുള്ളത് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. പല വിഷയങ്ങളിൽ അവർ രണ്ട് തട്ടിലാണ്. അപ്പൊ അമേരിക്ക ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും, ഞങ്ങൾ വരും. കാരണം അപകടമുണ്ടാക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ. സ്വാഭാവികമായിട്ടും റഷ്യയുടെ പിന്തുണ പൊതുവെ പലസ്തീനൊപ്പമാണ്, ഇസ്രായേലിനൊപ്പം അല്ല, പലസ്തീനൊപ്പമാണ് പൊതുവെ റഷ്യയുടെ പിന്തുണയുള്ളത്. ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും റഷ്യ പലസ്തീനുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് പലസ്തീനെ ഫ്രീ ആക്കി വിടണം, അവർക്ക് സ്വതന്ത്ര രാജ്യം കൊടുക്കണം എന്നുള്ളതാണ് റഷ്യ എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള റഷ്യ സ്വാഭാവികമായിട്ടും തങ്ങളുടെ ശത്രുവായിട്ടുള്ള അമേരിക്ക ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്തുണക്കുന്ന ഒരു രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് അത്ര വലിയ ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല. അവര് എന്തായാലും ഇറങ്ങും, അവർക്ക് ഇറങ്ങാൻ ഒരു മടിയും ഉണ്ടാകില്ല. അപ്പൊ യഥാർത്ഥത്തിൽ റഷ്യ നിലവിൽ ഇത് കടുപ്പിച്ചു പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയുടെ പട്ടാളം വരികയാണ്. കേവലം വ്യോമേനയുള്ള ഒരു സപ്പോർട്ടല്ല, മറിച്ച് വ്യക്തമായ പിന്തുണ. കടൽ മാർഗം മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെ ഒരു വലിയ പടക്കപ്പൽ വന്ന് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പടക്കപ്പൽ, അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വലിയ പടക്കപ്പൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കരയുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സൈന്യത്തെ ഉടൻ തന്നെ അയക്കുമെന്ന് അമേരിക്ക പറയുകയാണ്. അതോടൊപ്പം തന്നെ വ്യോമേന വഴി വ്യക്തമായിട്ടുള്ള സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള യുദ്ധവിമാനങ്ങളടങ്ങുന്ന സൈനികരടങ്ങുന്ന ഒരു വലിയ സഹായം ഇസ്രായേലിന് ചെയ്തു കൊടുക്കും എന്നുള്ളത് പരസ്യമായിട്ട് അമേരിക്ക പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഇതിനിടയിലാണ് റഷ്യ വ്യക്തമായി പറയുന്നത് ഒരു കാരണവശാലും അതുണ്ടാവരുത്. ഈ യുദ്ധമുഖത്ത് അവർ രണ്ടുപേരും മതി, പുറത്തു നിന്നൊരു മൂന്നാമൻ വരികയാണെങ്കിൽ അത് അപകടമുണ്ടാക്കും, അത് നല്ലതല്ല, അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ദിമിത്രി പെസ്കോ വളരെ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ ലോകത്തിന് തന്നെ അത് അപകടമാണ്. അപ്പൊ അമേരിക്ക ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്നാമത്തെ വിഷയം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സഹകരണമാണ് ഇസ്രായേലും അമേരിക്കയും എല്ലാ കാലവും സഹകരിച്ചു പോവുകയാണ്. സൈനിക കാര്യങ്ങളാണെങ്കിൽ, ഇന്റലിജൻസ് കാര്യങ്ങളാണെങ്കിൽ ഒക്കെ എന്താണെങ്കിൽ. ഇപ്പോ മൊസാദ് ഇസ്രായേലിന്റെ ചാരസംഘടനയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെയും ഒരു ചാരസംഘടനയാണ് മൊസാദ് എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കാരണം എത്രയോ കാലങ്ങളായിട്ട് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളുടെയും ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന മൊസാദിനെ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ രണ്ടുപേരുടെയും പണികളാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഈ രണ്ടുപേരുടെയും ബന്ധം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ബൈഡൻ എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുത്ത് ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യ പലസ്തീനോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. നിലവിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ റഷ്യ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയില്ല എങ്കിൽ പോലും റഷ്യ ആയുധം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പലസ്തീനോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അമേരിക്കയെ പോലെയുള്ള ഒരു ലോകരാജ്യം അല്ലെങ്കിൽ ലോകത്തിന്റെ പോലീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യം ഈ പ്രശ്ന പരിഹാരത്തിന് മുന്നിട്ടിറങ്ങേണ്ടവരാണ്. എങ്ങനെയെങ്കിലും ഇതൊരു പരിഹരിച്ചിട്ട് ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളുകൾ തന്നെ യുദ്ധത്തിനിറങ്ങുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ ചില അജണ്ടകളുണ്ട്. ഒന്നാമത്തെ വിഷയം, യുദ്ധം ലോകത്തുണ്ടായാൽ മാത്രമേ ആയുധ കച്ചവടം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ബിസിനസ് എന്താ? ആയുധമാണ്. റഷ്യയുടെയും ബിസിനസ് ആയുധമാണ്. ഇതിൽ ആരെയും ന്യായീകരിക്കാനോ ആർക്കെങ്കിലും വെള്ളപൂശാനോ ഒന്നുമില്ല. എല്ലാവരുടെയും ബിസിനസ് യഥാർത്ഥത്തിൽ ഈ ആയുധ കച്ചവടം തന്നെയാണ്. പക്ഷെ കാലങ്ങളായിട്ട് പലസ്തീൻ ജനത ആവശ്യപ്പെടുന്ന അവരുടെ ആവശ്യം ന്യായമാണ് എന്നുള്ളത് ലോകം ഒന്നടങ്കം പറയുന്ന കാര്യമാണ്. എന്ന് പറയുന്നത് അവരെ ഒരു സ്വതന്ത്രമായിട്ടുള്ള രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കണം. അവരുടെ ഭൂമിയായിരുന്നു, അത് കീറി മുറിച്ച് അതിൻ്റെ 95% ഇസ്രായേൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്, ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ സത്യമാണ്. ആ സത്യം ഉൾക്കൊള്ളുന്നിടത്ത് എന്താണ് ലോകം കാണേണ്ടത്, ലോകരാജ്യങ്ങൾ കാണാൻ അത് പരിഹരിക്കലാണ്.
പക്ഷെ നിലവിൽ അമേരിക്ക എന്താ ചെയ്യുന്നത്? അമേരിക്ക ഒരു പടപ്പുറപ്പാടിന് തയ്യാറായി ഇറങ്ങി വരുന്നു. ഗസയെ ലക്ഷ്യം വെച്ച് രംഗത്ത് വരുന്നു. ഇസ്രായേല് വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ് 48 hours 48 മണിക്കൂറിൽ ഞങ്ങൾ ഒരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഇത് അവസാനത്തെ യുദ്ധമായിരിക്കും എന്നുള്ള വ്യക്തമായ നിർദ്ദേശം ഇസ്രായേൽ നൽകുന്നുണ്ട്. അവസാനത്തെ ഒരു യുദ്ധം, ഇതിന് ശേഷം ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. അതിൻ്റെ അർത്ഥം അവർ സെറ്റാണ്. അവർ സെറ്റായി ക്ലിയറായി ഗ്രൗണ്ട് ലെവലിൽ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടി നടത്തുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിന്റെ കരസൈന്യം ഗസയിലേക്ക് കടന്നു വരുമെന്നും ഹമാസിനെ ഇല്ലാതാക്കും എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഈ പറയപ്പെടുന്ന അമേരിക്ക ഒരു സൈഡിൽ വരുന്നു, ഇസ്രായേൽ മറ്റൊരു സൈഡിൽ വരുന്നു എന്നുള്ള സമയത്തൊക്കെ റഷ്യയുടെ ഒരു പലസ്തീൻ പിന്തുണ പ്രഖ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഹമാസ് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണ്. ആര് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ആളുകളാണ് എന്ന് വളരെ കൂളായിട്ട് അവർ പറയുന്ന ഒരു രംഗവും അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും 3 ലോകശക്തികൾ, ഒരു ഭാഗത്ത് ഇസ്രായേൽ, മറ്റൊരു ഭാഗത്ത് അമേരിക്ക, മറ്റൊരു ഭാഗത്ത് റഷ്യ, ഈ 3 ലോകശക്തികൾ സ്വാഭാവികമായിട്ട് ഒരു യുദ്ധത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അത് ലോകത്തിന് അപകടമാണ്. അതാണ് പറയുന്നത്, ഇത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഇത് പരിപൂർണമായിട്ടും സോൾവ് ചെയ്യണം. യുദ്ധം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമേ അല്ല എന്നുള്ളത് ലോകം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പലസ്തീൻ വിഷയം ഇത് ഡിപ്ലോമാറ്റിക് ആയിട്ട് തീർക്കേണ്ട വിഷയമാണ്. അത് ആശയപരമായിട്ട് കൃത്യമായി സംസാരിച്ച് ആശയവിനിമയം നടത്തി വ്യക്തമായ സൊല്യൂഷൻ കണ്ടെത്തി ഇസ്രായേൽ അടക്കം അതിനൊരു പരിഹാര നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ട ഒരു പ്രശ്നമല്ലാതെ ഇതൊരു യുദ്ധം ചെയ്തു പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ വിജയിക്കും, ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കും. കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ചതും ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കേട്ടതും മറിഞ്ഞതും കണ്ടതുമൊക്കെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ക്രൂരാക്രമണങ്ങളുടെ കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. തിരിച്ചുള്ള ഹമാസിന്റെ ആക്രമണത്തിൽ അത് ഉണ്ടാകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കാലങ്ങളായിട്ട് പലസ്തീൻ ജനതയെ വേട്ടയാടിയ ചരിത്രം നമ്മൾ കണ്ടതുമാണ്, കേട്ടതുമാണ്. അപ്പൊ ഈ ഒരു തിരിച്ചടിക്ക് വരെ അവർ കാരണമായിട്ട് പറയുന്നത് അൽ അക്സ മസ്ജിദിലുള്ള ആക്രമണവും അതിനുശേഷം നടന്നിട്ടുള്ള ആക്രമണ സംഭവ വികാസങ്ങളാണ്. അതിൽ 200-ൽ പരം ആളുകൾ കൊല ചെയ്യപ്പെടുകയും ക്രൂരമായി ഉപദ്രവിക്കപ്പെടുകയും ചെയ്ത വിഷയത്തെ മുന്നിൽ നിർത്തിയിട്ടാണ് അവരിങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തത്. ആ ഓപ്പറേഷന് തന്നെ അൽ അക്സ ഓപ്പറേഷൻ എന്ന് പേര് കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പൊ അതിന് അവർ പറയുന്ന ഒരു വിശദീകരണം അതാണ്. അപ്പൊ ഇവിടെ യുദ്ധം സമാധാനമല്ല, യുദ്ധം ഒരു കാരണവശാലും ഉണ്ടാകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടുമായി കഴിഞ്ഞാലും നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല ചെയ്യപ്പെടും. 100% അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം കാണാൻ UN പോലെയുള്ള ഐക്യരാഷ്ട്ര നേതൃത്വങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഈ വിഷയം പരിഹരിക്കാനുള്ള സ്വരമുണ്ടാകണം. പിന്തുണകൾക്കപ്പുറത്ത്, ഇരുഭാഗങ്ങളിലും പിന്തുണ കൊടുക്കുന്നതിനപ്പുറത്ത് ഒരു ചർച്ച, ഇരുവരെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ ലോകത്തിന് നാശമേ ഉണ്ടാകത്തുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.